ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 4-ാമത് വചനം. നിന്റെ ഭക്തി നിമിത്തമോ അവൻ നിന്നെ ശാസിക്കുകയും നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തുകയും ചെയ്യുന്നത് എന്നുള്ള മറ്റൊരു ചോദ്യമാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് നീ ഭക്തനായിരുന്നിട്ടും നിന്റെ ജീവിതത്തിനകത്ത് ന്യായവിസ്താര സഭയുടെ മുൻപാകെ നീ നിൽക്കേണ്ടി വരുന്നത് എന്ന് ചോദിക്കുന്നതായ ചോദ്യത്തിൻ്റെ മുൻപിൽ തിരുവചനം നാം പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു ന്യായവിധിയുണ്ട് എന്ന ബോധ്യതയാണ് മനുഷ്യന് ദൈവത്തെ ഭയപ്പെടുവാൻ ആഴമായി കാരണമാകുന്ന ഒരു സംഗതി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്നതായ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും തിന്മകൾക്കും തെറ്റുകൾക്കും ശിക്ഷാവിധിയുണ്ടെന്നുള്ള ബോധ്യത പലപ്പോഴും തെറ്റുകളിൽ നിന്ന് മനുഷ്യനെ പിന്നോക്കം മാറ്റുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുതന്നെയാണ് ബൈബിൾ ഓർമ്മപ്പെടുത്തുന്നത്. ഓരോ മനുഷ്യനും ചെയ്യുന്നതായ തിന്മ പ്രവർത്തികൾക്ക് ഒരു ന്യായവിസ്താരവും ഒരു ശിക്ഷാവിധിയുമുണ്ട്. ആകയാൽ ദൈവത്തെ ഭയപ്പെട്ട് നിങ്ങൾ ജീവിക്കണമെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു വിസ്താരത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യൻ നീതിമാനാണോ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുവാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ്. അനവധി കേസുകളിൽ പ്രതികളാക്കപ്പെട്ടവർ വിസ്താരം കഴിയുമ്പോൾ അവർ പ്രതികളല്ലെന്നും അവർ നീതിമാന്മാരാണെന്നും വിധിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ലോകത്തെ രക്ഷിപ്പാൻ വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു കോടതിയുടെ മുമ്പിൽ വിസ്തരിക്കപ്പെടുവാൻ വേണ്ടി നിൽക്കുകയാണ്. മതക്കോടതികളും നിയമക്കോടതികളിലും യേശു വിസ്തരിക്കപ്പെട്ടു. പീലാത്തോസിന്റെ കോടതിയിൽ വിസ്തരിച്ച് നിൽക്കുന്ന യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് പീലാത്തോസ് ചോദിച്ചു, ഇവൻ ചെയ്ത തെറ്റ് എന്താണ്? ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, ഇവൻ നീതിമാനാണ് എന്ന് ആ വിസ്താരത്തിൽ നീതിപീഠം വിധിക്കുകയാണ്. നാം തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഞാൻ നീതിയോടെ ജീവിക്കുന്നുവോ എന്ന് ബോധ്യപ്പെടുന്നത് ഒരു വിസ്താരത്തിലൂടെയാകൊണ്ട് ചില ന്യായവിസ്താരങ്ങൾ നമ്മുടെ നീതി തെളിവാകുവാനാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ന്യായവിധി നമ്മുടെ മുമ്പിലുണ്ടെന്ന് നാം ഓർക്കുക. ഒന്ന്, നാം തെറ്റ് ചെയ്യുമ്പോൾ നാം വിസ്തരിക്കപ്പെടും, കുറ്റക്കാരനെന്ന് കണ്ടെത്തും. രണ്ട്, നീതിയോടെ നാം ജീവിച്ചിട്ടും നാം വിസ്തരിക്കപ്പെടുന്നു എങ്കിൽ
നാം നീതിമാന്മാരാണെന്ന് തെളിയപ്പെടുന്ന ദിവസമുണ്ടാകും. ആ പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഒരു ന്യായവിധി ഞങ്ങളുടെ മുൻപിൽ ഉണ്ടെന്നോർത്ത് ദൈവത്തെ ഭയപ്പെടുവാനും, ഒരു ന്യായവിധി വാളിൽ നീതിയോടെ വിധിക്കുന്ന നീതി കർത്താവ് ഞങ്ങളെ വിധിക്കുമ്പോൾ ഞങ്ങളുടെ നീതി തെളിവായി വരുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാലഘട്ടങ്ങളിൽ ജീവിപ്പാൻ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.